ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സാറ്റർഡേ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യണേ. നാളെ സൺഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും മുൻകൂട്ടി അഡ്വാൻസ് ഹാപ്പി ഈസ്റ്റർ. ഓക്കെ, ഞാനില്ലേ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ തരാം. ആ രണ്ട് ഓപ്ഷനിൽ നിങ്ങൾ ഏതായിരിക്കും സെലക്ട് ചെയ്യാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒന്നാമത്തെ ഓപ്ഷൻ, നമ്മളിങ്ങനെ ഇന്ന് നമുക്ക് ചെയ്ത് തീർക്കേണ്ട ജോലികളിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഇന്നൊരു ദിവസം കൊണ്ട് എനിക്ക് എൻ്റെ വീട് കംപ്ലീറ്റ് വൃത്തിയാക്കണം. ആ വീടെന്ന് പറയുന്നത് ഒരു 3 ബെഡ്റൂം, ലിവിങ് റൂം, ഡൈനിങ് ഏരിയ, വർക്ക് ഏരിയ, അങ്ങനെ അത്യാവശ്യം വലിപ്പമുള്ളൊരു വീടാണെന്ന് വിചാരിക്കാം. സെക്കൻഡ് ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീക്ക് കൊണ്ട് എനിക്ക് ആ വീട് കംപ്ലീറ്റ് വൃത്തിയാക്കണം. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് എനിക്ക് ക്ലീൻ ചെയ്യേണ്ടത് ലിവിങ് റൂമാണ്. ഈ രണ്ട് ഓപ്ഷനിൽ നിങ്ങൾ ഏതായിരിക്കും സെലക്ട് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ സൈഡ് ഞാൻ പറയാം. തീർച്ചയായിട്ടും ഞാൻ ഓപ്ഷൻ 2 മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. കാരണങ്ങൾ പലതാണ്. ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാലുണ്ടല്ലോ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ടു ഡു ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ, ദൈവമേ ഇന്ന് ഈ വീട് മൊത്തം ക്ലീൻ ചെയ്യണം, വെടുക്കിട്ട് തീർന്ന് എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നുണ്ടായിരിക്കില്ല. കാരണം ആ വീട് കംപ്ലീറ്റ് ഒന്ന് വൃത്തിയാക്കണമല്ലോ എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോഴേ തന്നെ വേറൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നുണ്ടായിരിക്കില്ല. അതേസമയം ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് എനിക്ക് ലിവിങ് റൂം മാത്രം ക്ലീൻ ചെയ്താൽ മതി എന്നാകുമ്പോൾ ഓക്കെ, ആ മുറി ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഈ റൂം മാത്രമല്ലേ, പ്രശ്നമൊന്നുമില്ല, വേഗം പണി തീരും, അങ്ങനെയായിരിക്കും ചിന്തിക്കുക. രണ്ടാമത്തെ റീസൺ എന്താ വെച്ചാലുണ്ടല്ലോ, ഈ വീട് കംപ്ലീറ്റ് ഇന്ന് എനിക്ക് വൃത്തിയാക്കണമല്ലോ എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ കടത്ത് കഴിച്ച് പണി ചെയ്യണമെന്ന് പറയില്ലേ, ഞാനൊക്കെ ഇച്ചിരി അങ്ങനെ മടിച്ചാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ എന്താ ഓക്കെ, പണി തീർക്കണം. അതുകൊണ്ട് ഞാൻ വലിയ അതൊന്നും ഇല്ലാണ്ട് മുക്കുമൂലയും ഒന്നും ടച്ച് ചെയ്യാണ്ട് ആൾക്കാർ കാണുമ്പോൾ ഓക്കെ വൃത്തിയായിട്ട് ഇരിക്കുന്നു എന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കടത്ത് കഴിക്കുന്ന പോലെ ഞാൻ ആ പരിപാടി അങ്ങ് ചെയ്ത് തീർക്കും. കടത്ത് കഴിക്കുക എന്താ ഉദ്ദേശം നിങ്ങൾക്ക് മീനിങ് മനസ്സിലായി എന്ന് തോന്നുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആ ലാംഗ്വേജ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അപ്പം ഈ ലിവിങ് റൂം മാത്രമാവുമ്പോൾ എന്താ നോക്കുമ്പോൾ ആ ഒരു റൂം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ മുക്കും മൂലയും മേലയും താഴെയും ഒക്കെ നോക്കിയിട്ട് ഒരു പൊടി ഇല്ലാണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഞാൻ ആ പരിപാടി അങ്ങ് അവസാനിപ്പിക്കും. അപ്പോൾ എന്താ നമ്മൾക്ക് അതെ ശരി. മൂന്നാമത്തെ റീസൺ, ആ വീട് കംപ്ലീറ്റ് നമ്മൾ ഒരു ദിവസം കൊണ്ട് വൃത്തിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഊപ്പാടിളകും അല്ലേ. മൊത്തത്തിൽ നമ്മൾ ചെയ്ത് തീർക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ദിവസം മൊത്തം വേണം, വേറെ ഒരു പരിപാടി നമ്മൾക്കന്ന് നടക്കില്ല. അതേസമയം ലിവിങ് റൂം മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാണ്ട്, വലിയ എഫേർട്ടൊന്നും എടുക്കാണ്ട്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് ആ പരിപാടി തീർക്കുകയും ചെയ്യാൻ പറ്റും. കൂടെ നമുക്ക് നമ്മുടെ മറ്റുള്ള ജോലികളും അന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ 1% റൂൾ എന്ന് പറയുന്നത്. നമ്മളെല്ലാ ദിവസവും ഈ എന്താ പറയുക ഒറ്റയടിക്ക് എല്ലാ കാര്യങ്ങളും അങ്ങ് തീർക്കാമെന്ന് വിചാരിക്കാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വൃത്തിക്കും കുറച്ചും കൂടെ സമാധാനത്തിലും സ്ട്രെസ്സൊന്നും ഇല്ലാണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റും. ഈ നമ്മൾ ഒരുപാട് പേര് നമ്മുടെ ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് മീൽ പ്ലാനിങ്ങും മീൽ പ്രെപ്പൊക്കെ ചെയ്ത് വെക്കാറില്ലേ, അതും ഇതേപോലെ തന്നെയാണ്. സീരിയസ്ലി ഇപ്പം നാളെ രാവിലെ എനിക്ക് സാമ്പാറും ഇഡ്ഡലിയാണ് കറിയെന്ന് വിചാരിക്കാം. മാവ് ഓൾറെഡി ഞങ്ങൾ വാങ്ങിക്കുകയാണ്, മാവ് ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തലേ ദിവസം രാത്രി ഉറങ്ങണേക്കാട്ടിലും മുൻപ് നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും ഒക്കെ നുറുക്കി വെച്ചിട്ട് ഒരു കണ്ടെയ്നർ ബോക്സിൽ നമ്മൾ ഫ്രിഡ്ജിലാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ എന്തൊരു സമാധാനമായിരിക്കും. അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരാം ഇത്രയും പച്ചക്കറികളൊക്കെ നമ്മൾ അരിയണ്ടേ എന്നുള്ളൊരു തോട്ട് വരും. അപ്പോൾ ഓൾറെഡി നമ്മൾ സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾക്ക് ഒരു 10 മിനിറ്റ് നമ്മൾ ലേറ്റായിട്ട് എഴുന്നേറ്റാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് ഒരു സ്ട്രെസ്സും ഇല്ലാതെ ഒരു ഹറിബറി ഇല്ലാതെ നമ്മൾക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു കാര്യം നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊക്കെ ലാസ്റ്റ് മിനിറ്റ് ഗേൾ ആയിരുന്നു കേട്ടോ. എക്സാമിന് പഠിക്കുന്നതാണെങ്കിലും പ്രൊജക്റ്റ് ആണെങ്കിലും അസൈൻമെൻറ്റ് ആണെങ്കിലും ഒക്കെ ഞാൻ തലേ ദിവസം എഴുതി വെക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പുതിയ അന്നുണ്ടായിരുന്നെങ്കിൽ ഞാനത് ചെയ്യില്ലായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ തലേ ദിവസം ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അന്ന് രാത്രി ഉറക്കമില്ലാണ്ടിരുന്നിട്ടാണ് പരീക്ഷയ്ക്ക് പഠിക്കുന്നതും അസൈൻമെൻറ്റും പ്രൊജക്റ്റും ഒക്കെ എഴുതുന്നത്. പക്ഷെ മിസ്സുമാർ സത്യം പറഞ്ഞാൽ ഒരു മാസം മുന്നേക്ക് അവർ അസൈൻമെൻറ്റിൻ്റെയും പ്രൊജക്റ്റിൻ്റെയും ടോപ്പിക്കൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ടാവും. പക്ഷെ ഒക്കെ അറിയാം, എന്നാലും തലേ ദിവസമേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസം രാത്രി മൊത്തം ഉറക്കൊളച്ചിരുന്ന് വയ്യാണ്ട് നമ്മൾ എഴുതണം. അതേസമയം ആ ഒരു മാസം മുന്നേ നമുക്ക് ടോപ്പിക്ക് കിട്ടുന്നതാണ്. നമ്മൾ ആ ടോപ്പിക്ക് കിട്ടിയ അന്ന് മുതൽ ഒരു 5 മിനിറ്റ് നമ്മളിരുന്ന് എഴുതിയാൽ മതിയല്ലോ, സ്മൂത്തായിട്ട് നമ്മളുടെ പരിപാടികൾ നടക്കൂലേ. അത്രയേ ഉള്ളൂ. ഓക്കെ, ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇങ്ങനെ സെൽഫ് കെയറിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ ഒരുപാട് പേര് വന്ന് കമൻറ്റ് ചെയ്യും, എനിക്ക് സ്കിൻ കെയർ അല്ലെങ്കിൽ സെൽഫ് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടുന്നില്ല എന്ന്. ഞാനപ്പോൾ ഈ സ്കിൻ കെയറിൻ്റെ കാര്യം പറയാം. നമ്മൾ സ്ട്രിക്ട്ലി ഭയങ്കര അടിപൊളിയായിട്ട് ഒരു സ്കിൻ കെയറിൻ്റെ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു 8-10 സ്റ്റെപ്പൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സത്യം പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് നല്ലതാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് അല്ലേ. അതായത് നമ്മൾ ഒന്നും ഫേസിലൊന്നും യൂസ് ചെയ്യാത്ത ഒരാളാണെന്ന് വിചാരിച്ചു, അയാളുടെ സ്കിൻ ചിലപ്പോൾ നല്ലതായിരിക്കും, പക്ഷെ ഞാൻ ഇപ്പോൾ ഓക്കെ ഒരു ഡ്രൈ സ്കിൻ ആണെന്നുള്ള രീതിയിൽ അങ്ങ് വിചാരിക്കുക നിങ്ങൾ.
അപ്പോൾ ഇല്ലേ നമുക്ക് ടോട്ടൽ 24 മണിക്കൂറുണ്ട്. ആ 24 മണിക്കൂറിൽ നമ്മുടെ ഫേസിൽ ഒരു മോയ്സ്ചറൈസർ ക്രീം നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം വേണം? കൂടിപ്പോയി കഴിഞ്ഞാൽ 1 മിനിറ്റ്. 24 മണിക്കൂറിൽ 1 മിനിറ്റ് നമ്മൾ ഒരു ദിവസം നമ്മുടെ ഫേസിൽ ഒരു ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുക. 365 ദിവസവും നമ്മൾ 1 മിനിറ്റ് ഇതുപോലെ നമ്മളുടെ ഫേസിൽ ഒരു മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു ഡ്രൈ സ്കിന്നുള്ള ഒരാൾക്ക് ആ 365 ദിവസം കഴിയുമ്പോഴത്തേക്കും അയാളുടെ സ്കിന്നിൽ ചേഞ്ചസ് വരില്ലേ? വരും. 100% വരും. പറയുമ്പോൾ എന്താ, നമ്മൾ ആകെ കൂടെ 1 മിനിറ്റാണ് ഒരു ദിവസം നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയിട്ടുള്ളൂ. പക്ഷെ 365 ദിവസവും നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ആ 1 മിനിറ്റ് നമ്മൾ അങ്ങനെ ടൈം അതിന് കൊടുത്തിട്ട് നമ്മളൊരു ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മുടെ സ്കിന്നിൽ ചേഞ്ചസ് വരും അല്ലേ? 1 മിനിറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സംഭവമാണ്. പക്ഷെ ആ 1 മിനിറ്റ് എന്നുള്ളത് നമ്മൾ എല്ലാ ദിവസവും ചെയ്ത് കഴിയുമ്പോൾ അതിന് കിട്ടുന്ന റിസൾട്ട് അടിപൊളിയാണ്. ഞാനേ എന്തൊരു കാര്യം ചെയ്യുമ്പോഴുണ്ടല്ലോ ഒരു ഇച്ചിരി ആക്രാന്തം കൂടുതലുള്ളൊരു കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇല്ലേ ഒരുപാട് നാളത്തെ ഒരു ഗ്യാപ്പിനൊക്കെ ശേഷം നമ്മൾ എക്സസൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പറയണ പോലെ വലിയ അഹങ്കാരമൊക്കെ ഇട്ടിട്ട് ഞാൻ ഏട്ടനടുത്ത് പറയും, ഞാൻ സൂംബ ചെയ്യാറുണ്ട് കേട്ടോ, എപ്പോഴൊന്നൊന്നുമല്ല. അപ്പോൾ ഈ നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുക. അപ്പോൾ അതിൽ മിക്കതിൻ്റെ ഡ്യൂറേഷൻ നമുക്കൊരു 15 to 30 മിനിറ്റിൻ്റെ ഇടയിലാണ് നമ്മൾക്ക് അതിൻ്റെ ഡ്യൂറേഷൻ വീഡിയോസൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ചെയ്യണമെങ്കിൽ പോലും ഞാനിങ്ങനെ വെല്ലുവിളിക്കും, ഓക്കെ ഇന്ന് മുതൽ ഞാൻ ഭയങ്കര ഹെൽത്തി ാണ്, ഞാൻ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കില്ല, അങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കില്ല, ഞാൻ സൂമ 30 മിനിറ്റ് ഉള്ളത് ഞാൻ കംപ്ലീറ്റ് ചെയ്യും, എക്സസൈസ് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വെല്ലുവിളിക്കും. വലിയ ഇതുപോലെ മൂത്ത് എടുത്ത് ചാടിയിട്ട് ആക്രാന്ത മൂത്ത് ഞാൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. സത്യസന്ധമായിട്ട് പറഞ്ഞാലുണ്ടല്ലോ ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ പട്ടി കിതയ്ക്കൂലേ, അതേ കണക്ക് കിതച്ചൊരു മൂലയ്ക്ക് നമ്മൾ ഇരിക്കും. അപ്പോൾ ഏട്ടൻ എൻ്റെ അടുത്ത് പറയും, പറ്റുന്ന പണിക്ക് പോയാൽ പോരെ. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ പറയും, ഇന്നൊരു 5 മിനിറ്റ് ചെയ്തു, ഓക്കെ നീ കളയുക, നെക്സ്റ്റ് ഡേ അതൊരു 7 മിനിറ്റ് ആക്കാം, പിറ്റേ ദിവസം അതൊരു 10 മിനിറ്റ് ആക്കാം, പിന്നെ 12, അങ്ങനെ ഓരോ ദിവസം കൂട്ടി വരാം. സീരിയസ്ലി നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, ഓരോ ദിവസം നമ്മളിങ്ങനെ ഒരു മിനിറ്റ് കൂട്ടി വന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ കാണുള്ളൂ. ഒരു 15 ദിവസത്തിനുള്ളിലുണ്ടല്ലോ വലിയ തരക്കേടില്ലാണ്ട് നമ്മൾക്ക് ആ 30 മിനിറ്റ് ഫിനിഷ് ആക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം മലമറിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഒന്നും നടക്കൂല ഗൈസ്, ഒന്നും നടക്കൂല. ഈ 7 മിനിറ്റ് 31 സെക്കൻഡ് കൊണ്ട് ഞാൻ എന്തൊക്കെയോ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ വിചാരിക്കണം. കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് എന്തെങ്കിലും ഒരു സംഭവത്തിലൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഇന്ന് ഒറ്റയടിക്ക് അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾക്ക് വലിയ കഷ്ടപ്പാടായിരിക്കും. പണിയൊക്കെ നിങ്ങൾ ചെയ്ത് തീർക്കുമായിരിക്കും, പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ നമ്മുടെ അടപ്പളകിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെറിയ കാര്യങ്ങൾ കുഞ്ഞി കാലം എടുത്ത് വെച്ചിട്ട് പരിപാടികൾ ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിക്കും എനിക്കും പരിപാടി ചെയ്യാൻ പറ്റും. നമ്മുടെ ആരോഗ്യത്തിനും മനസ്സമാധാനത്തിനും ഒക്കെ അതാണ് നല്ലത്. അപ്പോൾ അത്രയുള്ള നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.